മുതലപ്പുഴയിൽ ഡ്രഡ്ജർ പുഴയിലേക്ക് കയറ്റുന്നതിനിടെ അപകടം. കയർ കാലിൽ കുടുങ്ങി കടലിലേക്ക് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. പെരുമാത്തൂർ സ്വദേശി ഷഹീറിനാണ് പരിക്കേറ്റത്. സ്പന്ദന സാജു വിശദാംശങ്ങൾ നൽകും. സ്പന്ദന, ഈ പരിക്ക് ഗുരുതരമുള്ളതാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ ഷഹീറിനാണ് ഈ അപകടത്തിൽ നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ മുതലപ്പുഴയിലേക്ക് കയറ്റാനുള്ള, പുഴമുഖത്തേക്ക് കയറ്റാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരുന്നു അധികൃതരൊക്കെ തന്നെയും ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ ഏതാണ്ട് ഒരു 10 മണിയോട് തന്നെ തുടങ്ങിയ ശ്രമം ഏതാണ്ട് 4:30-5 മണിയോട് കൂടി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. കാരണം വലിയ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ തന്നെയും ഇതിന് കാരണമായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ 10 മണിക്ക് വീണ്ടും ഈ ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ 4 വള്ളങ്ങൾ കെട്ടിവലിച്ചിട്ടാണ് ഇതിനെ അകത്തേക്ക് കൊണ്ടുവന്നത്. ആ സമയത്ത് ഒരു വള്ളത്തിലുണ്ടായിരുന്ന കയർ വിട്ടുപോയിട്ടാണ് ഇദ്ദേഹം തെറിച്ച് കടലിലേക്ക് വീണ അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടം വലിയ പരിക്കുള്ള ഒരു അപകടമല്ല നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആശ്വാസകരമായ കാര്യം തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. പിന്നീട് മുതലപ്പുഴയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം വലിയ ആശ്വാസകരമായ ഒരു ദിവസം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അവർ ആഗ്രഹിച്ചിരുന്നത് പോലെ ഇപ്പോൾ ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റാൻ സാധിച്ചിരിക്കുകയാണ്. പുഴയ്ക്കുള്ളിലേക്ക് ഇപ്പോൾ ഡ്രഡ്ജർ കയറ്റിയിട്ടുണ്ട്. നിലവിൽ അവിടെ ഉള്ള ഡ്രഡ്ജറിനേക്കാൾ ഇരട്ടി ശേഷിയുള്ള ഒരു ഡ്രഡ്ജറാണ് ഈ ചന്ദ്രഗിരി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഡ്രഡ്ജർ. അത് മണിക്കൂറിൽ 400 ക്യൂബിക് മീറ്റർ വരെ മണ്ണ് അതിന് കടലിനടിയിൽ നിന്നും വലിച്ചെടുത്ത് മാറ്റുവാൻ സാധിക്കും. അപ്പോൾ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റി അവിടെ പഴയ സ്ഥിതിയിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുതുതായി കൊണ്ടുവന്ന ഡ്രഡ്ജർ അതിനെ വലിയ രീതിയിൽ സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഹാർബർ ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നത്. പക്ഷേ വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നതെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ ഇത് തീരത്തേക്ക് മുതലപ്പുഴ തീരത്തെത്തിയിരുന്നെങ്കിലും ഇതിനെ ഈ മണൽ കൂടിയ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. കാരണം കടലിൽ നിന്നും കരയിലേക്ക് കായലിന്റെ തീരത്തേക്ക് ഇവിടെ കൊണ്ടുവരണമായിരുന്നു. പക്ഷേ അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു അതിന് കയറാൻ കഴിയാതിരുന്നത്. പ്രത്യേകിച്ച് ഈ പൊഴി മുറിച്ചു വിട്ടതോടുകൂടി കായലിലുള്ള വെള്ളം വളരെ ശക്തമായി തന്നെ കടലിലേക്ക് ഒഴുകി പോകുന്നത് കൊണ്ട് ഇതിന് കായലിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ എടുത്ത പൊഴിയുടെ ആഴം തീരെ കുറവായിരുന്നു. 3 മീറ്റർ എന്ന് പറഞ്ഞാലും ഈ വലിയ ഡ്രഡ്ജറിനകത്തേക്ക് വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആഴം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ 2 പ്രതിസന്ധിയായിരുന്നു ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ഇന്നലെ പിന്നെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ, പ്രത്യേകിച്ച് മഴയടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതികൂലമായ ഒരു കാലാവസ്ഥ കൂടി ഇന്നലെ അതിന് വലിയ രീതിയിലുള്ള ഒരു തടസ്സം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആശങ്കയൊക്കെ മാറിയിട്ടുണ്ട്. ഈ വലിയ ഡ്രഡ്ജർ അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് ഇതിന്റെ പൈപ്പ് ഫിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തീർന്ന ശേഷം ഒരു 2 ദിവസത്തിനകത്ത് ഒരു 48 മണിക്കൂറിന് ശേഷം ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അതിൽ ഘടിപ്പിക്കാനുള്ള പൈപ്പും മറ്റ് ഉപകരണങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ശക്തമായി തന്നെ അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായി മണൽ നീക്കം നടത്തി മുതലപ്പുഴയെ പഴയ രീതിയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്.